ഏതായാലും പട്ടിണി കിടന്നിട്ട് അവസാനം ഭക്ഷണങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആനന്ദം ഉണ്ടാവും. അത് വളറിഞ്ഞുണ്ടാക്കണ്ട, അത് കാണുമ്പോൾ തന്നെ ഉണ്ടാവും. പക്ഷെ അവിടെ വേറൊരു ആനന്ദം ഉണ്ടാവണം. 13 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് സുപ്രധാനമായ അമല എനിക്ക് പൂർത്തിയാക്കാൻ പഠിച്ചോൻ ഭാഗ്യം നൽകിയല്ലോ, ആ ആനന്ദം അത് നമ്മൾ വളറിഞ്ഞുണ്ടാക്കണം. മൂന്നാമത്തെ ആനന്ദം അള്ളാഹിനെ കാണുമ്പോഴുള്ളതാണ്. ഇത് ആകെ ഒരു ആനന്ദപ്പേ നമുക്കുള്ളൂ. ഏതാനന്ദം? നോമ്പറക്കാൻ നേരത്തെ ബത്തക്കും പൈനാപ്പിളും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഇനി പള്ളിയെ കാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആനന്ദം. ചില ആൾക്കാരെ പ്രസംഗത്തിൽ തന്നെ ഈ ആനന്ദത്തുമല വല്ലാതെ കൂടുതൽ. നാളെ ഞാനൊരാളെ എൻ്റെ പ്രസംഗത്തിന് മുമ്പ് സ്വാഗതം പറഞ്ഞ ആള് വിശദീകരിച്ച അങ്ങനെയാണ്. അലിസായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ആനന്ദമാണ്. ഫർഹത്തുൻ ഇന്ദ ഫിത്രി. എന്നിട്ട് മൂപ്പര് അങ്ങോട്ട് തുടങ്ങിയ ആനന്ദല്ലേ, മുമ്പിൽ സമൂസല്ലേ, പൈനാപ്പിൾ അല്ലേ, കട്ട്ലേറ്റ് അല്ലേ. ഞാനിങ്ങനെ കൈയെടുത്ത് എവിടുന്നത് ഇറങ്ങി വന്നിരുന്നു. അതാണപ്പോ ആനന്ദം. അത് ഏതായാലും ഉണ്ടാവണല്ലേ. അങ്ങനെ ഹദീസിന് അർത്ഥമുണ്ട്. അതിമ വല്ലാതെ കൂടണോ? എന്നാ ഞാൻ അതിന്റെ അപ്പുറത്തൊരു ആനന്ദം വേറെ ഉണ്ട്. വലിസായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 ആനന്ദമാണ്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്നവൻ ദുനിയാവിൽ നിന്ന് പുറത്തു പോകുന്ന സകറാത്തിന്റെ സമയത്തുള്ള ആനന്ദമാണ്. അങ്ങനെയും ഈ ഹദീസിന് അർത്ഥം ഇമാം ഖുശൈരി തങ്ങൾ നൽകിയത് കാണാം. നോമ്പുകാരന്റെ പ്രധാനപ്പെട്ട ആനന്ദം ദുന്യാവെന്ന് പോകുമ്പോൾ ആനന്ദമാണ്. നോമ്പായാലും ഞമ്മക്കൊക്കെ മാസം കണ്ട നോമ്പാ, അതുകൊണ്ട് മരിവോടുകൂടിയേ തീരും. പക്ഷെ മാസത്തിന്റെ ഹാലിക്കനെ കണ്ട് നോമ്പ് വെച്ചാൽ മരണം വരെ തുടരും. നോമ്പിന്റെ ലക്ഷ്യം ഇംസാക്കാണ്, പട്ടിണിയല്ല. അത് ഇവിടുന്നാണ് കിട്ടും. അപ്പൊ മരണം വരെ ഇംസാക്കിലാവും. ഏതാ ഇംസാക്ക്? അള്ളാഹു പൊരുത്തപ്പെടാത്ത എല്ലാ വിഷയത്തിലേക്കും ശരീരത്തിനെയും മനസ്സിനെയും മുഖിനെയും അവയവങ്ങളെയും പിടിച്ചിക്കുക. അത് പിന്നെ അവൻ തുറക്കല് മരിക്കണമേത്താണ്. കാരണം ആ നോമ്പ് തറക്ക ഭക്ഷണവുമായി ഇറങ്ങിയറില് ഊർലിങ്ങളാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാരിവിന് ആ ബത്തക്ക് തിന്നാൻ കഴിയുന്നുള്ള സന്തോഷം കൊണ്ടല്ലേ പിടിച്ചിക്കണ്. നോമ്പങ്ങനല്ലേ? എന്താ നോമ്പ് റബ്ബേ. ഇന്നലെ ഞാൻ തറാവിസ്കാരത്തിന് പങ്കെടുത്തപ്പോ 1ാമത്തെ റക്കാത്തായിട്ടില്ല, അപ്പത്തിന് തുടങ്ങി ബാക്കിന്ന് തേട്ടല്. ഒരു സ്ഥലത്തും ഇപ്പൊ പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഫാത്തിഹയ്ക്ക് ആകെ 7 ആയത്തുള്ളൂ. പക്ഷെ എന്റെ ഒപ്പം നിന്നാ 15 ആയത്തുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ റഹീം, പല മോഡലാ. കാരണം 1 അണ്ടിപ്പരിപ്പിന്റെ തേട്ടല്, 2 മുന്തിരിന്റെ തേട്ടല്, 3ാമത്തെ സമൂസന്റെ തേട്ടല്. നമ്മളെ റമളാൻ എന്ന് പറഞ്ഞാൽ പകലൊക്കെ പിടിച്ചിന്ന് രാത്രി മുതലാക്കണ റമളാനാ. പകലിങ്ങനെ പിടിച്ചിക്ക, എന്നിട്ട് അള്ളഹാനോട് പറയാം, എനിക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ മഗ്‌രിബായ നമുക്കും വേറെ പരിപാടി ഉണ്ട്. അള്ളഹാനോട് ഇങ്ങനെ പക തീർക്കണ മാതിരി നമ്മളെ റമളാൻ. എന്താ ഇങ്ങനെ ഇരിക്കണ നോമ്പറക്കാൻ പോകുമ്പോ കുറെ ആൾക്കാർ ബാങ്കിന്റെ 20 മിനിറ്റ് മുമ്പൊക്കെ കയ്യിൽ കാരൊക്കെ എടുത്ത് വെക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ 20 മിനിറ്റ് ഉണ്ട്, അപ്പക്കിന് ഭാര്യ കാരക്ക, എന്നിട്ട് ഇങ്ങനെ സമൂസമൊക്കെ തുറച്ച് നോക്കാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ റമളാന്. റമളാന്റെ തറാവീക്കൊന്നും ആ പരിശുദ്ധി ഇല്ലല്ലോ, ഒക്കെ കളഞ്ഞു വിളിച്ചില്ലേ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനല്ലേ. 20 റക്അത്ത് തറാവിയൊക്കെയാണ് നിസ്കരിക്കുമ്പോഴേക്ക് അള്ളേറ്റ് എത്ര ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെട്ട രാത്രി എണീച്ചിട്ട് താജ്ജുദ് നിസ്കരിക്കൂലേ. അപ്പൊ അത്താഴത്തിന് വരെ എണീച്ച ആൾക്കാരിൽ താജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട്? നാളെ ഒരു ഹംക എന്നോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ അത്താഴത്തിന് എണീച്ചാൽ മുഖം കഴുകാതെ അത്താഴം കഴിച്ചുകൂടെ എന്ന്. അത് ഞാൻ ചോദിച്ചു എന്തെങ്ങായിന്ന് വെച്ച്. അല്ല, മുഖം കഴുകാൻ ഉറക്കം പോകും, അതുകൊണ്ടാണ്. അപ്പൊ ഉറങ്ങും വേണം, അത്താഴം കഴിക്കും വേണം. നോക്കാം നിങ്ങൾ, ഒരു ബന്ധം ഖുർആനുമായി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അല്ലാഹുമ്മ ജഅൽനാ മിന സ്വാദായിൽ മഖ്ബൂലീന്ന് ദ്വാരുന്നാൽ നമ്മള് വായ കുഴയാന്നല്ലാതെ ഒരു കോയക്കോ ഒന്നും കിട്ടൂല. വായ അങ്ങനെ കുഴഞ്ഞു കിട്ടും. വാഴപ്പഴം രാത്രിയിൽ അങ്ങനെ കഴിക്കും ചെയ്യാം. അത്താഴെന്നുള്ള പേരിൽ ഇങ്ങനെ ചോറ്റി കുഴച്ചിട്ട് നെയ്യും പാർന്നിട്ട് കഴിക്കാം, എന്നിട്ട് ഏമ്പക്കം വിട്ടിട്ട് അങ്ങനെ ഇരിക്കാം മാരിവാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആരാണ് സഈദ് എന്ന് കിതാബിലുണ്ട്. അതിന്റെ 1ാമത്തെ ലക്ഷണമാണ് പ്രത്യേകിച്ച് റമളാനിൽ ഖുർആനുമായി ബന്ധമില്ലാത്തവന് നാളെ വിജയിക്കാൻ കഴിയൂല. അല്ലാഹു കാത്ത്. അപ്പൊ നിങ്ങൾ പറയും ഓതാൻ കുറച്ച് മെനക്കെടാണ്, പല്ലുല്ല എന്ന്. ഓൽക്ക് 2 കൂലി ഉണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. മെനക്കെട്ട് ഓതാ. ഇനി ഒന്നും അല്ലെങ്കിൽ ഖുർആനൊന്നും എടുത്തിട്ട് മുത്തുക, അതും സുന്നത്താണ്. പാകിസ്ഥാനികളൊക്കെ കാണാം, എവിടെ ഖുർആൻ കണ്ടാലും ആദ്യം എടുത്ത് ഓതൂല, അത് കണ്ട് എടുക്കും. അത് മുത്തിയാണ്ട് പൂതിയിരൂല അവർക്ക്. നിങ്ങളൊക്കെ കണ്ടവരുണ്ടാവും. അതുകൊണ്ട് മുത്തും ഇങ്ങോട്ടും അങ്ങനെയൊന്നും വേണ്ട, ഒരു മുത്തൽ മതി. മറ്റേ ചട്ട കേടുവരൂലേ. മൂക്ക് കുറച്ച് കൂർത്തവും കൂടിയാണെങ്കിൽ പറയും വേണ്ട. പാകിസ്ഥാനികൾ ഖുർആൻ എടുത്തൊരു 10-15 മുത്തലൊക്കെ കുത്തും. 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് തന്നെ ഉമ്മാനെ കണ്ടു കുത്തുന്ന കാര്യമാണ് അവർക്ക്.
ഒരു പ്രാവശ്യമൊക്കെ മുത്ത അല്ലേ? ഖുർആൻ ഒരാൾ ഖുർആനേറ്റ് വരണ്ട, എഴുന്നേറ്റിക്കൽ സുന്നത്താണ്. എഴുന്നേറ്റുന്ന കൂലിട്ട് ഖുർആൻ. നമ്മൾ ചില ആൾക്കാർ പള്ളിയിൽ ഓതുന്നുണ്ടാല് എന്താണ് പോലെ ഖുർആൻ ഓതും. ഇത് കാല മൂസ, അപ്പൊ ഫോൺ വരും. ഹലോ, ഇവിടെ പറഞ്ഞത് മൂസാ നബി പറഞ്ഞു, പിന്നെ ബാക്കി ഓന പറഞ്ഞത്. ആയത്തിൽ പറഞ്ഞത് മൂസാ നബി പറഞ്ഞതെന്നാണ്, പിന്നെ ബാക്കി ഓനാണ് മൂസാ നബി എന്താ പറഞ്ഞെന്നുള്ള മറ്റോനെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പറയണത് ഈ പറഞ്ഞതും ആയത്തും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. ഇന്നലെ ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറി, കാരണം ദുആ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ കയറിയപ്പോ 11:30 മണിക്കണ്, 11:30 അല്ല 10:15 മണി, ഇങ്ങനെ തിരൂർ ടൗണിലായിരുന്നു നല്ല പരിപാടി. ആണ്ട് പോകുമ്പോ അപ്പൊ വഴിയിൽ ഇറങ്ങിയ പള്ളിയിൽ ഒരു ചെങ്ങായി ഒതു കൊടുത്തിട്ട് കയറുകയാണ്. ഒതുവിന്റെ ശേഷമുള്ള ദുആ ഇല്ല, പള്ളി കയറുമ്പോഴുള്ള ദിക്റില്ല. അങ്ങനെ പറയാ, എവിടെ ഹംക്ക് ഇമാമ്? ആള് ഏത് അടുപ്പ് പോയി ഉറങ്ങാ? നോമ്പിനപ്പത്. കാരണം എന്താ? ആറ്റപ്പള്ളി തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ എന്നാ ബാക്കിൽ നിന്നിട്ട് നിസ്കരിച്ച അതിനിപ്പോ ആ ഉറങ്ങണ ഇമാമിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവനൊക്കെ എത്ര കാലം നോമ്പ് വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഞാനെങ്ങനെ നോക്കുമ്പോ അയാളെ നെറ്റിമണ്ട് താമ്പ്, നെറ്റിമ്പ് താമ്പുണ്ട്. നെറ്റിമ്പ് താമ്പുള്ള മനുഷ്യനാണ് ഇപ്പൊ ഈ പട്ടാപ്പകൽ ഇമാമിനെ ഈ നിലക്ക് കൈകാര്യം ചെയ്യേണ്ടത്. റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. മുഹമ്മദ് മുസ്തഫ. എത്ര നോമ്പുകാരാണ്, അവരെ നോമ്പ് കൊണ്ട് കുറച്ച് സമയം പട്ടിണി കിടന്നു എന്നല്ലാതെ അവർക്കൊരു നേട്ടമില്ല എന്ന് പരിശുദ്ധ റസൂൽ. ഈ നിലക്കുള്ള വർത്താനം പിടിച്ചിക്കാൻ പറ്റാത്തവന് നോമ്പ് കൊണ്ട് അള്ളാഹ്ക്ക് ഓന്റെ നോമ്പിൽ യാതൊരു തേവയുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ, ഒരാവശ്യവുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. 24 മണിക്കൂറിൽ 20 മിനിറ്റ് റമദാന് വേണ്ടി നാവ് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ നാവ് കൊണ്ട് നോമ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 20 മിനിറ്റ് ഒരു ജുസു അതാൻ. പണ്ട് ഒരു ഉസ്മാനോട് വെടിപൊട്ടിച്ചാര് വിവരമില്ലാതെ വെടിപൊട്ടിക്കരുത്. ഒരു ഉസ്മാനോട് 26 വെടിപൊട്ടിച്ച്, ഞാൻ ഈ റംസാൻ അൽഹംദുലില്ലാ 3 ഖത്തം തീർത്തു എന്നറിഞ്ഞു. അപ്പോൾ ഓന് മര്യാദക്ക് ഒരു ഖത്തം കൂടി തീർക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, കാരണം അത്രമാത്രം മഹർജും സിഫത്തും ഹുറൂഫും ഉള്ള ആളല്ല. പക്ഷെ എനിക്ക് വലിയ അത്ഭുതമായി. അപ്പം ഞാൻ ചോദിച്ച് 3 ഖത്തം തീർത്താന്ന് പറഞ്ഞു. നോക്കുമ്പോൾ 3 ജുസാണ്. അപ്പൊ ജുസും ഖത്തും ഈ സാധനത്തിന് തിരിച്ചറിയില്ല. ഇങ്ങനെ ആവരുത്. 30 ജുസ് അങ്ങോട്ട് ഓതിയാലാണ് ഒരു ഖത്തം. ഞമ്മക്കൊക്കെ ഷാഫി ഇമാമിന്റെ മുകളിൽ പിടിച്ചിക്കാൻ പറ്റും. നമ്മൾ ഷാഫി ഇമാമിന്റെ മദ്ഹബ് അംഗീകരിച്ചവരല്ലേ. നമ്മളെ ഇമാമെ റമദാനിലെ 60 ഖത്തം തീർത്താളാ. എന്നിട്ട് നമ്മൾ ഒരു ഖത്തം കൂടി തീർക്കാതെ ഷാഫി ഇമാമിന്റെ മുമ്പിൽ മഹ്ശറില് സുബ്ഹാനല്ലാഹ് പിടിച്ച് നമുക്കൊരാളെ മുമ്പിൽ നിൽക്കണമെങ്കിൽ നല്ല അത്തറ് തേച്ച ഒരാളെ മുമ്പിൽ നിൽക്കാൻ വെണ്ണൂറ്റും പോയി വന്നാൽ പറ്റുമോ? അങ്ങനെയല്ലേ? നമ്മളിപ്പോ നല്ല നല്ല കുറെ വണ്ടികൾ, അതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോറിക്ഷ കൊണ്ട് നിർത്തുവോ? നിർത്തുമ്പോ സംഘാടകർ പറഞ്ഞാല് അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട് പോയിക്കോട്ടെ അറിയില്ല. അല്ല, പൊതുവെ അങ്ങനെയല്ലേ ഉണ്ടാവല്. നിങ്ങളെന്താ ഒന്ന് തൊള്ളോർന്ന് വർത്താനം പറയാത്ത എന്നോട്? അതല്ല ഇപ്പൊ എനിക്ക് വലിയ അത്ഭുതം. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുക ഞാനൊരു നാസ്ത ആക്കിയ ആൾക്കാർ നിങ്ങളൊരു നോമ്പുള്ള ആളും. അങ്ങനെയല്ലല്ലോ സംഗതി. നമ്മളൊക്കെ ഈ വിഷയത്തിൽ ഒരുപോലെ അല്ലേ? അങ്ങനെയല്ലോ. ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു യോജിപ്പില്ലേ? ഷാഫി ഇമാമ് നമ്മളെ മദ്ഹബിന്റെ ഇമാമാണ്. നാളെ കാണുമ്പോൾ നമ്മളൊന്ന് ഒപ്പം ഒട്ടാൻ നോക്കും, അത് ഉറപ്പാണ്. അത് കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരോടാണോ ബന്ധം അങ്ങോട്ട് ഒട്ടാൻ നോക്കുന്നു. അപ്പൊ അള്ളാഹ് പറയും അംതാസുല്യമായോ എന്ന് ചോദിച്ചു, തമ്മാടി ഇങ്ങോട്ട് മാറിക്കും ഒപ്പരെടുത്തെന്ന് പറയുന്ന. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അംതാസുല്യമാന്ന് പറയാൻ കാരണം എന്താ? എല്ലാവരും കൂടി ഒട്ടിക്കണോണ്ടാണ്. എല്ലാവരും കൂടി ഒട്ടിക്കണോണ്ടാണ്. അപ്പൊ നമ്മള് ഷാഫി ഇമാം എന്നൊക്കെ അറിയുമ്പോൾ ഒന്നാണ്ട് ഒട്ടാൻ നോക്കും അല്ലേ? ആരെ കൂടെ വെട്ടുന്നത്? റമദാനിൽ 60 ഖത്തം തീർത്തിരുന്ന മദ്ഹബിന്റെ ഇമാമിന്റെ കൂടെ ഒരു ഖത്തം തീർക്കാത്ത ഖായിം മഹ്മൂദ് ഒട്ടാൻ നോക്കുക. അള്ളാഹ് അറിയില്ല, മാറിക്കട അങ്ങോട്ട് കുഫായിട്ടില്ല എന്നറിയില്ലേ? ഇത് ഒട്ടണെങ്കിൽ ഒരു കുഫുവില്ലേ? അതുകൊണ്ട് ചിന്തിക്കണം. ഇനിയൊന്ന് ആമീൻ പറഞ്ഞേക്ക്. ഒരു ഖത്തമെങ്കിലും തീർക്കാത്ത അപകടം, അത് അപകടമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അള്ളാഹു ഖുർആനുമായി അതിൻ്റെ എല്ലാ നിലയിലുള്ള ബന്ധവും സ്ഥാപിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. രണ്ട് കേട്ടോളി. അല്ലാഹുമ്മ ജഅൽനാ മിന സ്വദാഇൽ മഖബൂലീൻ. അതിൽ പെടാൻ രണ്ടാമത്തെ യോഗ്യത റമദാന്റെ ഒരു ലക്ഷ്യമുണ്ട്. അതിൽ ലഅല്ലക്കും തത്തഖൂനാണ്. ആ തഖ്വ മനസ്സിലുണ്ടാവുക. അള്ളാഹു അതിപ്പോൾ ഒന്ന് പറയണമെങ്കിൽ 10 മണിക്കൂറാണ്. ഞാനത് തൊട്ട് പോയിട്ടുള്ളൂ. ആ തഖ്വ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. തഖ്വ കയ്യുമലും കാലുമലും അല്ല, കയ്യുമലും കാലുമലും ഉള്ളത് തഖ്വ ഉണ്ട് എന്നുള്ള ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ. തഖ്വ അത്തഖ്വ ഹാവുന മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? ഇവിടെയാണ് തഖ്വ. ബെർലിൻ്റെ തുമ്പിലല്ലേ ഞാൻ അവിടെ പോയിട്ട് മാക്ക് കാണിച്ചു കൊടുക്കേണ്ട. തഖ്വ ഇവിടെയാണ് തഖ്വ.
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഒന്നല്ല. മനുഷ്യൻ ബോഡിയാണെങ്കിൽ മരിച്ചാൽ ഈ മരിച്ചെടുക്കുന്ന വാപ്പാൻ നോക്കിയിട്ട് ഗൾഫിൽ നിന്ന് മോൻ എൻ്റെ വാപ്പ പോയല്ലോ എന്ന് എന്തിനാ പറഞ്ഞ് ഇവൻ ഗൾഫിൽ പോകുമ്പോൾ വാപ്പാൻ്റെ എന്തെല്ലാം കണ്ടിരുന്നു അതൊക്കെ എപ്പോഴും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാണുന്ന ബോഡിയല്ല വാപ്പാന്ന് ഓനോ തീരുമാനാക്കിയില്ലേ? ഈ കാണുന്ന ബോഡിയല്ല വാപ്പ. അങ്ങനെയാണെങ്കിൽ ആ ബോഡി ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇത് ബോഡിയല്ലേ? ഇപ്പം പോകുമ്പോൾ വാപ്പാൻ്റെ മുഖം കണ്ടിരുന്നു, കണ്ണുണ്ടിരുന്നു, മൂക്ക് കണ്ടിരുന്നു, ചെകിടുണ്ടിരുന്നു, കാലുണ്ടിരുന്നു, കൈ ഉണ്ടിരുന്നു, എല്ലാം കണ്ട് അക്കെപ്പോഴും കാണുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ വാപ്പ പോയല്ലോ. അപ്പൊ എന്താ വാപ്പ ഈ കാണണല്ലോ എന്ന് മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. അൽ ഇലാഫത്ത് തുഫീദുൽ മുആയറ, അത് ഗ്രാമർ നിയമമാണ്. ഒരു സാധനത്തിനെ മറ്റൊന്നിലേക്ക് ചേർത്തിയാൽ രണ്ടും രണ്ടായിട്ട് നിൽക്കണമെന്നാ. ഉദാഹരണം, എൻ്റെ വാച്ച് ഒന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. എൻ്റെ വീടൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. എൻ്റെ വണ്ടി ഒന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. നീ അർത്ഥം വെക്ക്. എൻ്റെ കണ്ണൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. എൻ്റെ മൂക്കൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. എൻ്റെ കൈന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. എൻ്റെ കാലൊന്ന് വേറെയാണ്, ഞാനൊന്ന് വേറെയാണ്. അങ്ങനെ ആവണം, അതാ ഭാഷാ നിയമം. അപ്പൊ ഞാനേതാ? അവിടെയാണ് റമളാനിൽ അറ്റകുറ്റപ്പണി വേണ്ടത്. അവിടെയാണ് റമളാനിൽ അറ്റകുറ്റപ്പണി വേണ്ടത്. അവിടെ ഇപ്പം നടക്കാത്തത് ബാക്കിയുള്ളവർക്കൊക്കെ നടക്കുന്നുണ്ട്. കാരണം പള്ള ചപ്പിണ്, വേറെ കാലിയാണ്, നോമ്പറക്കാമത്ത് ഒന്നായിട്ട് ലോഡ് കയറ്റുന്നു, ഫുള്ളാണ്. അത് റെഡിയാണ്. റമളാനിലെ അറ്റകുറ്റം നടക്കേണ്ടത് മനുഷ്യൻ എന്ന വാക്ക് നേരെ ചൊവ്വേ തടസ്സമില്ലാതെ പ്രധാനമായി തറക്കുന്നൊരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിലാണ് റമളാന്റെ അറ്റകുറ്റപ്പണി നടക്കേണ്ടത്. അത് ഈ കാണുന്ന ബോഡി ഒന്നല്ല, അത് റൂഹാണ്. അത് രണ്ടാമത്തെ ലക്ഷണമായിരിക്കണം. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വദാഇൽ മഖബൂലീൻ എന്നത് ശരിയാവണമെങ്കിൽ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. മൂന്നാമത്തെ ലക്ഷണം, ഈ 5 ഒന്ന് പറഞ്ഞു പോകണല്ലോ, അതുകൊണ്ട് ഞാൻ പറയാണ്. മൂന്നാമത്തെ ലക്ഷണം അംറും ബിൽ മഅറൂഫ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ശിരസ വഹിക്കാനുള്ള മനസ്സും സമയമുണ്ടാകലാണ്. പോരാ, താൻ പുലർത്തുന്നതും ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അതതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സും ഉണ്ടാകല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങളിൽ ആരും പൂർണ്ണ മുഅ്മിനല്ല അവനെ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പോൾ ഞെരിയാണി മുകളിലേക്ക് തുണി ഉടുക്കണമെന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിലോ എന്റെ സുഹൃത്തും അങ്ങനെ ഉടുക്കണമെന്നൊരു ഇഷ്ടം എനിക്ക് വരേണ്ടതാണ്. റമളാനിൽ 1 ഖത്മോ 3 ഖത്മോ ഓതൽ എനിക്ക് ഇഷ്ടമാണെങ്കിലോ അത് മറ്റുള്ളവരും ചെയ്യണമെന്നത് എന്റെ ഇഷ്ടമായിരിക്കണം. അപ്പോഴേ ഈ ഇഷ്ടം പരലോകത്തെത്തൂ. നോമ്പിന് ദിക്ർ ചൊല്ലൽ എനിക്ക് ഇഷ്ടമാണെങ്കിലോ അത് മറ്റുള്ളവർക്കും ഇഷ്ടമാകണം. അപ്പൊ മറ്റുള്ളവരതിലേക്ക് പ്രേരിപ്പിക്കേണ്ടതാണ്. നോമ്പിന് ദുഹാ നിസ്കാരം തുടങ്ങിയത് എന്റെ ഇഷ്ടമാണെങ്കിലോ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളോടും അതിനെ പ്രേരിപ്പിക്കൽ നമ്മുടെ ഇഷ്ടമാകണോ? അപ്പോഴേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഏതായാലും അതാത്താഴത്തിന് എണീറ്റപ്പോ തഹജ്ജുദ് തുടങ്ങാമെന്ന് കരുതി നോമ്പ് കാലത്ത് പതിരാവിന്റെ തഹജ്ജുദില്ലേ, കബറാകുന്ന ഇരുട്ടറ വെട്ടമാകാൻ സഹായിക്കുന്ന തഹജ്ജുദില്ലേ, മുങ്കർ നക്കീറിന്റെ മൺപ്രഭുക്ക എന്ന ചോദ്യത്തിന് മുമ്പിൽ അല്ലാഹു റബ്ബി എന്ന് പറയാൻ പാകപ്പെടുത്തുന്ന തഹജ്ജുദില്ലേ, സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് വെപ്രാളത്തിലെങ്ങാനും സ്ലിപ്പാവാൻ നേരത്ത് കൈ പിടിച്ച് ഊര പിടിച്ച് സിറാത്തിൽ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന തഹജ്ജുദില്ലേ, മീസാനിൽ കനം തൂങ്ങുന്ന തഹജ്ജുദില്ലേ, ഹിസാബില്ലാതെ സ്വർഗത്ത് പോകാൻ സഹായിക്കുന്ന തഹജ്ജുദില്ലേ. ഏതായാലും റമളാനിൽ അത്താഴത്തിന് വേണ്ടി എണീറ്റതല്ലേ, ഇനി അലാറം വെക്കണ്ടല്ലോ. അത്താഴത്തിന് തൽക്കാലം തിന്നതുമല്ലേ, ഇനി സുബ്ഹി ബാങ്കിന് 1 മണിക്കൂറോ അരമണിക്കൂറോ ഇല്ലേ. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തഹജ്ജുദ് നിസ്കാരം സ്റ്റാർട്ടിങ് ചെയ്തവരില്ലേ, അത് അവർ ഉള്ളു തട്ടിയിട്ട് തുടങ്ങിയതാണെങ്കിലോ അവന്റെ കൂടെ കമ്പനിയിൽ പണിയെടുക്കുന്ന മറ്റ് മുഅ്മിനീങ്ങളോട് പറഞ്ഞോ, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് പറഞ്ഞോ, ഓട്ടോ മാർക്കറ്റിൽ മറ്റുള്ളവരെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞോ. അപ്പോഴേ നിന്റെ ഈമാന് പൂർണ്ണമാകൂ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ നമ്മൾ സാധാരണ അർത്ഥം വെക്കൽ എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റോന് ഇഷ്ടപ്പെടുക. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പത്തിരിയും മട്ടനും, അപ്പൊ മറ്റോന് ഇഷ്ടപ്പെടുക. അങ്ങനെ ഇപ്പൊ അവിടെ അർത്ഥം വെക്കല്. അങ്ങനെ ഒരാൾ അർത്ഥം വെച്ച ഓനെ പോലീസ് കൊണ്ടുപോകുന്നില്ല, ആ അർത്ഥം വെച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല. പക്ഷെ മർമ്മ അതൊന്നുമല്ല. കാരണം ലാ യുമിനു ഈമാന്റെ ഹൈസിയത്തിൽ ഹദീസ് തുടങ്ങണേന്, പിന്നെ അവിടെ വത്തക്കാന്ന് അർത്ഥം വെക്കാൻ പറ്റും. ഇവിടെ തുടങ്ങണേന് ലാ യുമിനു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നേരെ തക്വീക്കേ പോകാൻ പറ്റുള്ളൂ. ഇത് എന്റെ വിശദീകരണമല്ല, ഇമാം റാസി റഹ്മത്തുള്ളാഹി അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലെവലൊന്ന് മാറണം. അപ്പോഴേ നമ്മൾ അല്ലാഹുമ്മ ജഅൽനാ മിന സ്വദായിൽ മഖ്ബൂലീൻ എന്നതിൽ പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത് സ്വന്തം നമ്മൾ അള്ളാന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുക, വിരോധനകളിൽ മാറിക്കുക, അത് മറ്റുള്ളവർക്കും പകർത്തി കൊടുക്കുക. അതപ്പോൾ 4 കാര്യമായി. ഒന്ന്, അമ്ര സ്വീകരിക്കുക, നെഹിയിൽ നിന്ന് മാറിക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. സ്വദായിൽ പെടാനുള്ള ലക്ഷണമാണ് ഈ പറയുന്നത്. അതാണ് 4 ലക്ഷണം. ഇതിന്ന് വീട്ടിൽ പോലും നടക്കണില്ല. കാര്യമായ ആളുകളുടെ വീട്ടിൽ പോലും നടക്കണില്ല. ഈടെ അടുത്ത് ഞാനൊരു വലിയ സൂഫി എന്ന് മനസ്സിലാക്കിയ ഒരാള് എന്നെ തെരഞ്ഞ് വന്നു. ഒരു സൂഫി എന്ന് മനസ്സിലാക്കിയ ഒരാള് സൂഫി തന്നെയാണ്, കുറച്ചൊക്കെ വിവരമുണ്ട്, നല്ല ദാക്കിറുമാണ്. എന്നെ തെരഞ്ഞു വന്നാണ്. നിങ്ങളെ കാണാൻ കുറെ ആയിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ അന്ന് ഞാൻ അവിടെ പള്ളിയിലുണ്ട്, പുറത്തൊന്നും പോയിട്ടില്ല. ആ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ അപ്പോൾ അതൊന്നും തുടങ്ങാത്തൊരു സമയമാണ്. എന്നാൽ പിന്നെ കുറച്ച് ആളുകൾക്കൊക്കെ പുറത്ത് പങ്കെടുക്കുക, ഒരു 50 ആളൊക്കെ പറ്റുന്നുള്ള ഇതിൻ്റെ അടുത്ത സമയത്താണ്. അപ്പൊ അന്ന് ഞാൻ അവിടെ പള്ളിയിലുണ്ട്. അപ്പൊ അയാള് റൂമിൽ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ കുറേ കാലത്തിൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ വീട്ടിൽ നിങ്ങളൊന്ന് വന്നിട്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് പോകണമല്ലോ. വല്ലാതെ ദൂരമില്ല. സ്ഥലം എവിടെയെന്ന് ഞാൻ പറയില്ല. സ്ഥലം ആളൊക്കെ പറഞ്ഞാൽ ഗൈബത്തായി മാറും. ഫാല ഫുലാനുൻ കഥ എന്ന് പറഞ്ഞാൽ ഗൈബത്താവില്ല. വിഷയം മനസ്സിലാക്കുന്നതാണ് നമ്മളെ ലക്ഷ്യം, ആളെ പറയലല്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത, ആളെ അങ്ങനെ നിലയും വിളിയൊക്കെ കൂടിയപ്പോൾ ഞാൻ പോയി. എൻ്റെ വണ്ടിയായിട്ട് തന്നെ പോയത്, മൂപ്പരടുത്ത് വണ്ടിയൊന്നുമില്ല, എൻ്റെ വണ്ടിയായിട്ട് തന്നെ പോയി. വീട് കയറി ചായം കടിയൊക്കെ കുടിച്ചു. ദ്വാരക്കണേന് മുമ്പ് എന്നോട് പറഞ്ഞു, 3 ആൺകുട്ടികൾ എനിക്കുണ്ട്, അവർക്കൊക്കെ നിങ്ങളൊന്ന് ഊതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഊതാൻ ഞാൻ ഈ ഊത്തിനും നിൽക്കല്ലേ, കാരണം എനിക്ക് വളരെ തന്നെ ഒഴിവില്ല. പിന്നെ ഊത്ത് എൻ്റെ ഫീൽഡും അല്ല. ഞാൻ പിന്നെ ഊതുകയാൽ പിന്നെ പെരുമ്പാമ്പൊക്കെ ഊതണ മാതിരിയാണ് ഈ കാര്യം. അതിനേക്കാളും നല്ലത് മൂപ്പര് ഊത് തന്നെയാണ്. കാരണം മൂപ്പര് നല്ലൊരു മനുഷ്യനല്ലേ, മൂപ്പരെ മക്കളും അല്ലേ. പിന്നെ ഇയാൾ വിടണില്ല, ഊതാതെ വിടൂല എന്നുള്ളിടത്താണ് മൂപ്പരുള്ളത്. അപ്പം പിന്നെ കിട്ടിയ ഒന്നിനെ മുന്നിക്കൊന്ന് ഊതുക എന്നല്ല എന്താ കാട്ടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പറഞ്ഞു. പടച്ച തമ്പുരാനെ, ഇത്രമാത്രം ശരീഅത്തിന്റെ ശിആറുകളുള്ള ഈ വാപ്പ, മൊഞ്ചായ തലയെക്കെട്ട്, നീളമുള്ള താടി, കൈമ ചുറ്റിയ തസ്ബീമാല, അയാളെ 1ാമത്തെ മോൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ടോ. എനിക്ക് പിന്നെ ആരെങ്കിലും ഇന്നും കിട്ട് ഊതേണ്ട അവസ്ഥ വന്നു. ആ കുട്ടീൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. ഓൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. നിങ്ങളോട് പറയാൻ, ആ കുട്ടീൻ്റെ മുടിയൊക്കെ കൂടി ഇങ്ങനെ കണ്ടപ്പോൾ ആ ഒറ്റ കാഴ്ചയിൽ തന്നെ ഇതെന്താ പഠിച്ചോനെ, ഇയാളെ മോനാണോ അതോ ഭദ്രകാളിയാണോ എനിക്ക് ഇഷ്കാലായി. ഈ നല്ല വാപ്പാൻ്റെ മോൻ്റെ കോലാണിത്. ഞാൻ ആദ്യം ഊതല്ല ചെയ്തത്, ഒന്നിങ്ങനെ നന്നായിട്ട് നോക്കി, എവിടുക്കപ്പത് ഊതുക? ഒരു ചെറുമാരി ഊത്തൊന്നും ഓൻ്റെ തലമ കൊള്ളൂല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി വലിയ ഊത്തൂതിയിട്ട് ആ കാട് പോലെ പരന്ന് കിടക്കുന്ന മുടിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല ജന്തുക്കളുണ്ടെങ്കിൽ ആദ്യം ഒന്നുകൊണ്ട് പുറത്ത് പോകണം. അതിന് ആ ജാതി ഒരു ഊത്ത് ആദ്യം വേണം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പെരിച്ചായി കുടുങ്ങി ചത്താൽ തന്നെ പുറത്ത് ആരും അറിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ജാതി ഒരു മുടി. വാപ്പാൻ്റെ കോലെങ്ങനെ, മോൻ്റെ കോലെങ്ങനെ. ഞാൻ എന്നിട്ട് കുറേ സങ്കടം പറഞ്ഞു മൂപ്പരോട്. അപ്പം മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആഗ്രഹമില്ലായിട്ടല്ലോ ഉസ്താദ്, പറഞ്ഞാൽ കേൾക്കൂല, പിന്നെ എന്താ ചെയ്യാന്ന്. ഇതാണ് ഇപ്പൊ അവസ്ഥ. ഇപ്പൊ തറാവീക്ക് തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ തന്നെ കുറെ ചെറുപ്പക്കാരൻ മുടിയൊക്കെ നോക്കാം നിങ്ങൾ. 4 സൈഡിലും ചെത്തിയിട്ട് നടുവിലൊരു കെട്ടുമുടി. ഈ മുടിയെങ്ങാനും സിദ്ദീഖുൽ കാണുകയാണെങ്കിൽ ഇളനീര് വെട്ടുപോലെ വെട്ടും. കാരണം എങ്ങനെ മുടിയുള്ള ഒരു കുട്ടിനേറ്റ് ഒരു വാപ്പ സിദ്ദീഖ് തങ്ങൾ എടുത്തെത്തി. ഇസ്മായിൽ അഖീർ റഹ്മുള്ള റൂഹുൽ ബയാലി ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്, ഹജ്ജിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത്. സിദ്ദീഖുൽ അക്ബർ ആരാ? സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റഹ്മത്തുള്ള ആളാ. ഉമർ ഖത്താബിനേക്കാളും റഹ്മത്ത് വലബത്തുള്ള ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റഹ്മത്ത് വലബത്താണ്. പക്ഷെ ആ സിദ്ദീഖ് തങ്ങൾ പറയാണ്, സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ വാപ്പാനോട്, മോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ പോയിക്കോട്ടെ. അപ്പോൾ വാപ്പ വെച്ച് എന്തെന്ന് വെച്ച്, ഈ കുട്ടീൻ്റെ തല വെട്ടാനാണ്, കോടതിയിൽ വെച്ചിട്ട് നിയമം പാസ്സാക്കാനാണെന്ന്. അതെന്തെന്ന് വെച്ച്, ഇവൻ്റെ തല മുസ്ലിമിൻ്റെ തലയല്ല, ജൂതൻ്റെ തലയാണെന്ന്. ഇനി നിങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മളെ മക്കളും പേരക്കുട്ടികളൊക്കെ ആണ് നോക്കിക്കോളി, എത്ര ജൂതൻ്റെ തലയേറ്റ് നമ്മളെ കുട്ടികൾ നമ്മളെ അന്നം കഴിച്ച് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ അതിലൊരു സങ്കടം, കൽബ് പിടച്ചിലുണ്ടായിക്കണോ? ഇല്ല. നമ്മളങ്ങോട്ട് വാങ്ങിക്കൊടുത്ത ആ പള്ളിയിൽ 20 റക്അത്ത് തറാവി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഒരു നിയ്യത്തും, നവൈത്തു സൗമഗദിൻ അന്നദായി. നിങ്ങൾക്ക് അന്നദായ, നമുക്കും അന്നദായി. നാളെ ഒരു സ്ഥലത്ത് ഞാൻ കേട്ടത് അന്നദായി എന്നാണ്. ഇതെന്താ സർവ്വത്തിലക്കണ പൊടിയാന്ന് തോന്നി നമുക്ക് കേട്ടാൽ. നന്നാരി എന്നൊക്കെ അന്നദായി, അതായി എന്നാണ്. അതും കൂടി ശരിക്കും പറഞ്ഞിട്ടില്ല.
ഇമാമ അന്നതായി, എന്നാ നമുക്ക് അന്നതായി. മക്കള് കുറെ തറാവിക്ക് വരാത്തൊരു വീട്ടിലുണ്ട്, വരണ കുറെ അമക്കളെ കോലം എങ്ങനെ. ഇതുവരെ അവിടെ അന്നതായി ഉണ്ടായിട്ടില്ല. ഞമ്മക്കൊക്കെ ഇപ്പൊ സ്വർഗത്ത് പോകണ്ടല്ലേ? നിങ്ങളും ചിന്തിച്ചു നോക്കാണ്. ഏതെങ്കിലും ഒരു മോനോട് ഇന്ന് വരെ എടാ അടുത്ത കട്ടിങ് ഇപ്പാന്റെ നല്ലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ചപ്പൊക്കെ കൊടുക്കണ്ട, ഭത്തൊക്കെ എടുത്തിട്ട് എറിയണ്ട, നീ ഇത് കേട്ടിട്ട് അവസ്മാരാൾ കണ്ട ഒന്ന് വിളിച്ചിട്ട് നല്ലൊക്കെ പറഞ്ഞൂടെ? എടാ എടാ ഞമ്മക്കൊക്കെ മരിച്ചു പോണ്ടടാ, കബറ് പോണ്ടേ, ഇപ്പാന്റെ കുട്ടി ഇങ്ങനെ വെട്ടണ്ടെന്നാണ്. ആ കുട്ടി പിന്നെ വെട്ടുവോ? അല്ലാഹുമ്മ ജഅൽനാ മിന സ്വാദാഇൽ മഖബൂലീൻ 4 പറഞ്ഞിട്ടില്ല ഞാൻ. അച്ചാർ പ്രസംഗം തൊട്ട് 5-മത്തത് സിലത്തുർ റഹീം. കേൾക്കണ, ഈ നോമ്പാലത്തെ ഒരാളെ എന്നെ നോമ്പറക്കാൻ വിളിച്ചു. ഞാൻ ഇവിടേക്ക് നോമ്പറക്കാൻ പോകില്ല, ഞാൻ എൻ്റെ റൂമിൽ തന്നെ പറക്കല്. എല്ലാവരോടും പറയും എന്നെ വിളിക്കരുത് എന്ന് പറയും. കാരണം എനിക്ക് തീരെ നോമ്പ് ഇഫ്താർ ഇഷ്ടമാണ്, പക്ഷെ അവിടെ സാഹസം പോയിരിക്കലും എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്കൊത്തിരി സാഹസം കൊണ്ടാവൂല. അതുകൊണ്ട് എനിക്ക് ആൾപ്പെരുപ്പല്ല. എനിക്ക് അപ്പം ആരും ഉണ്ടാൻ പാടില്ല, എല്ലാവരും ദ്വാരന്നിരിക്കണം, ദിക്റല്ലിരിക്കണം, അങ്ങനത്തെ കൊടുക്കാൻ പോകും. കാരണം ആ സമയം അതാണ്. നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയുള്ള സമയം ഇഫ്താറിൻ്റെ സമയമാണ്. നമ്മൾ ഈ പറാന്നും പറഞ്ഞുകൊണ്ട് നിരന്നിരുന്ന് തുടങ്ങുക ഈബത്തും നമീമത്തും അനാനീയത്തും അവിടെ നിന്ന് പോയിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും എന്നെ വിളിക്കരുത്. വിളിക്കാൻ വരുന്നവരോട് ഈ ഷുറൂത്ത് പറയും, എൻ്റെ കയ്യിൽ സാസാക്കി തരുമോ? കാരണം ആ സമയത്ത് സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റല്ലണം, ഞാൻ അവിടെ നിൽക്കാം. അങ്ങനെ ചെല്ലാനും എനിക്ക് അധികാരമുള്ള ഒരാൾ എന്നെ പറക്കാൻ വിളിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ വരാം. പക്ഷെ നിങ്ങൾക്ക് വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ ജ്യേഷ്ഠനും അഞ്ചനും കൂടി മുണ്ടലില്ല, കാക്കിൻ അനിയനും മുണ്ടലില്ല, നോമ്പിനും മുണ്ടിട്ടില്ല, എനിക്കറിയാം. നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് പറക്കാനാണെങ്കിൽ സെൻറ്റർക്ക് ഞാനും വരാൻ, ഞാനും നടുവിലിരിക്കാറ്, അത് ഞാൻ വരില്ല. അങ്ങനെ ഞാനൊന്ന് നോമ്പറക്കാൻ വേണ്ടി രണ്ടാളും കൂടി ഇരുന്ന ഈ നോമ്പിന് ജ്യേഷ്ഠനും അഞ്ചനും ബാപ്പിയും മോനും ഭാര്യയും ഭർത്താവും യഥാർത്ഥ കാരണം ഉണ്ടെങ്കിൽ ഓക്കെ, അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. കാരണം ജ്യേഷ്ഠൻ റസൂലുള്ളാഹിനെ തെറി പറയുന്ന ആളാന്ന് കൂട്ടുക, നിസ്കരിക്കാത്ത ആളാന്ന് കൂട്ടുക, അള്ളാഹിനെ അംഗീകരിക്കാത്ത ആളാന്ന് കൂട്ടുക. നിങ്ങൾ മിണ്ടണ്ട, കൂലിട്ടും പറഞ്ഞു നോക്ക. കേൾക്കണില്ലേ? ഹബീബിനെ വിമർശിക്കുന്ന ആളോട് എന്ത് ബന്ധം? ഓന് എന്ത് ജ്യേഷ്ഠൻ? നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞില്ലേ മോനെ കുറിച്ച് ലൈസ മിൻ അഹ്ലിക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് കൂട്ടണം. അത് മോനെ കുറിച്ചല്ല പറഞ്ഞേ. അങ്ങനെ തിരിഞ്ഞു നോക്കണ്ട, നിങ്ങൾ അഹ്ലല്ല എന്ന് പറഞ്ഞില്ലേ? നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റൂല. ഇതൊന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം മിക്കവാറും കുടുംബം തെറ്റിക്കണത് ഒന്ന് വാപ്പ മരിച്ചതിന് ശേഷം അനന്തര സ്വത്തിന്റെ വിഷയത്തിലാണ്. സകല ജില്ലകളിലും ജ്യേഷ്ഠനും അഞ്ചനും പെങ്ങളും ആങ്ങളെയും നോമ്പറയില്ല, നോമ്പുമില്ല, ഒന്നുമില്ല, വിളിയില്ല, പെരുന്നാളും ഇല്ല, ഒന്നുമില്ല. ചില ആളുകൾക്ക് ഭയങ്കര ആഭിര്യങ്ങളുമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സിലത്തുർ റഹിമില്ലെങ്കിൽ റഹ്മാനത്ത് ആ പേരെ നോക്കൂ. സില റഹിം, റഹ്മാൻ എന്ന ഇസ്മിന്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടാണ് കുടുംബത്തിനിട്ടത്. റഹീം എന്ന ഇസ്മിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് കുടുംബത്തിനിട്ട്. റഹീം ഗർഭപാത്രത്തിന്റെ പേര് റഹ്മ, അള്ളാന്റെ പേര് റഹ്മാൻ. നോമ്പിന്റെ ആദ്യം അവലുഹു റഹ്മ, മുത്തനബി റഹ്മത്ത്. ഇതൊക്കെ എന്തിനാ എങ്ങനെ ആക്കിയെന്നറിയോ? തലച്ചോറ് തുറക്കാനാണ്. റഹിമിനോട് ബന്ധമില്ലെങ്കിൽ റഹ്മത്ത് കിട്ടൂല, അതൊരു തീരുമാനമാണ്. സ്വന്തം ചോരയോട് ബന്ധം വിച്ഛേദിച്ചവന് എന്ത് തറാവി? ഓന് ലൈലത്തുൽ ഖദ്റില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. റമദാനിൽ ആകെയുള്ള പ്രതീക്ഷ ലൈലത്തുൽ ഖദ്റല്ലോ. കാരണം 30 ദിവസത്തെ ക്യാമ്പാണ്, 1 ദിവസത്തെ പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനത്തിലെ മുഖ്യ അതിഥി മുഖറബുൽ അംലാക്ക് ജിബ്രീൽ, അത് ലൈലത്തുൽ ഖദ്റാണ്. അങ്ങനെയാണ് 30 സമ്മേളനമൊക്കെ അങ്ങനെയല്ല നടക്കല്. ഇതൊരു സമ്മേളനമാണ് സത്യത്തിൽ. റമദാൻ ഒരു സമ്മേളനമാണ്. 30 ദിവസത്തെ ക്യാമ്പ്, 1 ദിവസത്തെ പൊതുസമ്മേളനം. പൊതുസമ്മേളനത്തിൽ കോടാനക്കോടി നാട് മാറി ആളുകൾ വരിക. ഈ ഭൂഖണ്ഡത്തിലോ ഈ ഗോളത്തിലുള്ള ആൾക്കാരൊന്നല്ല. തനസ്സലുൽ മലായിക്ക, തനസ്സുൽ എന്ന് പറഞ്ഞാൽ മേളിന് അടിക്ക് ഇറങ്ങണേനെ പറയാ, നുസൂൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഗോളത്തൊന്നല്ല, വേറെ ഗോളത്തുനിന്ന് ഇങ്ങോട്ട് വരിക. അതന്നെ മനുഷ്യന്മാരുമില്ല. ആദ്യം നമ്മളെ കുറിച്ച് അള്ളഹാനോട് സംശയം ചോദിച്ചിരുന്ന ആൾക്കാർ, അന്ന് അള്ളാഹു താല ചെറിയ സാമ്പിൾ ഒന്ന് തൊട്ടുകൊടുത്ത് ഇന്നി ആലം മാലാ താലമോ, അതിന്റെ തഫ്സീറാണ് ഇപ്പൊ റമദാൻ നടക്കുന്നത്. ആ ചോദിച്ചിരുന്ന മലക്കളാണ് ഇറങ്ങിയിരുന്നത്. അവര് ഇറങ്ങി നിന്നിട്ട് നമ്മളെ തോബിയും കരച്ചിലും ഒക്കെ കൂടി കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നു അന്നായി ചോദിക്കണ്ടുണ്ടായിരുന്നില്ല. ഇതിലൊക്കെ അങ്ങനെ പല രഹസ്യമുണ്ട്.
ഇതിലൊക്കെ അങ്ങനെ കുറെ കൂട്ടി വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള കുറെ നിഗൂഢ കാര്യങ്ങളുണ്ട്. അന്ന് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, മനുഷ്യനെ ഖലീഫയായി പടച്ചവന് ഉദ്ദേശിച്ച സമയത്ത് മുശാവറ എന്നോണം മലക്കുകളോട് ആലോചന കൂടിയപ്പോ മലക്കുകൾ മനുഷ്യനെ കുറിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ വായിച്ച് മനസ്സിലാക്കിയതോ മുമ്പ് പകുതി മനുഷ്യന്റെ രൂപങ്ങൾ ഭൂമിയിൽ ഉണ്ടായി കുഴപ്പമുണ്ടാക്കി ചിത്രങ്ങളും ചരിത്രങ്ങളോ അറിയുന്നത് കൊണ്ടോ എങ്ങനെ അവർക്ക് ഇൽമ കിട്ടിയത്? അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവരുള്ള ഇൽമിൽ നിന്ന് അള്ളാനോട് അള്ളാന്റെ തീരുമാനത്തിനെതിരെയുള്ള പ്രസ്താവനയല്ല, ഇഖ്തിറാറല്ല, ഇസ്തിഫ്സാർ എന്നാണ് അറബിയിൽ പറയുക. വിശദീകരണം തേടിയിട്ട് ചോദിച്ചു, റബ്ബേ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, തസ്ബീഹും തഹ്മീദിനും തക്ബീറിനും തഹ്ലീലിനും ഒക്കെ എല്ലാ സമയത്തും നുസബ്ബിഹു എന്ന് പറഞ്ഞാൽ അത് ഒരു സെക്കൻഡ് മുറിയാൻ പാടില്ല. മുളാരിയാണ് ഫീലാണ്. നുസബ്ബിഹു അതിന്റെ ജമ്മു മുത്തകല്യമാണല്ലോ, അപ്പോൾ ഒരു സെക്കൻഡും മുറിയാൻ പാടില്ല. എല്ലാ സമയത്തിലും ഇബാദത്തിന് വേണ്ടി ഞങ്ങളുണ്ടല്ലോ, പിന്നെന്തിനാണ് കുഴപ്പക്കാരായ ഒരു വിഭാഗത്തെ ഖലീഫയായി സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച കോടാനക്കോടി മലക്കുകളോട് പറഞ്ഞു വെച്ചത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മിണ്ടണ്ട, കാരണം നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാമെന്ന ഇൽമിന്റെ ബോർഡാണ് കാണിച്ചു കൊടുത്തത്. മലക്കുകളൊക്കെ അതിൽ നിശബ്ദരാണ്. മാത്രമല്ല അവർ സങ്കടപ്പെട്ടുകൊണ്ട് അർശങ്ങ് തവാഫ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കഅബയുടെ തവാഫിന്റെ ഉത്ഭവമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കടത്തിന്റെ ആധിക്യം കൊണ്ട് മലക്കുകളങ്ങ് അതാ അർശനെ തവാഫ് ചെയ്യുകയാണ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ചെയ്തത് തെറ്റല്ല, പക്ഷെ തൗബയെപ്പോൾ അവർ സങ്കടം പറയുകയാണ്. എന്നിട്ട് അവർ അർശനെ തവാഫ് ചെയ്യുകയാണ്. ഇതേ കോപ്പി അടിക്കലാണ് പിന്നീട് കഅബത്തിങ്ങൾ നടക്കുന്നത് എന്ന് മഹാന്മാര് തവാഫിന്റെ അസല് രേഖപ്പെടുത്തിയിട്ട് ചില കിതാബിൽ കാണിച്ചിടുകയാണ്. ഏതായാലും അന്ന് മനുഷ്യരെ കുറിച്ച് പരാതി പറഞ്ഞ മലക്കുകളോ ലൈലത്തുൽ ഖദറിന്റെ ദിവസങ്ങളിൽ കോടാനക്കോടി മലക്കുകൾ ഇറങ്ങാത്തവരും ഇറങ്ങുകയാണ്. ആ രാവിലെ സജീവമായി പള്ളിയിൽ പങ്കെടുത്തുകൊണ്ട് സുജൂദ് ചെയ്യുന്ന ഈ ഉമ്മത്തിലെ അബൂബക്കറിനെ കാണുമ്പോ, അഹമ്മദിനെ കാണുമ്പോ വീട്ടിലിരുന്നു കൊണ്ട് فهب لي توبة واغفر ذنوبي فإنك غافر الذنب الآمين പോലെയുള്ള ദിക്റുകളും ദുആകളും സലാത്തും തിലാവത്തുൽ ഖുർആനും തൗബയുമായി കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ബാഷ്പം മുഖമക്കനെ കൊണ്ട് തുടച്ചിട്ട് ഏങ്ങലടിക്കുന്ന പെങ്ങളില്ലേ, ഉമ്മയില്ലേ, ഇവരെയൊക്കെ കണ്ടുകൊണ്ട് മലക്കുകൾ പരസ്പരം അന്ന് ചോദിക്കേണ്ടിണ്ടായിരുന്നില്ല. ഈ മഹാന്മാരെ കുറിച്ചല്ലേ നമ്മൾ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ എന്ന് ചോദിച്ചത് എന്ന് അവര് പോലും സങ്കടപ്പെട്ടുകൊണ്ട് പള്ളിയിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആണുങ്ങൾക്ക് വേണ്ടിയോ വീട്ടിലിരുന്നുകൊണ്ട് കരയുന്ന പെണ്ണുങ്ങൾക്ക് വേണ്ടിയോ അവരുടെ ഓരോ ദുആക്കും ആമീൻ പറയുമേ. ജിബ്രീൽ അവരെ കെട്ടിപ്പിടിക്കുമേ. ഇതെല്ലാം പറഞ്ഞത് പാവപ്പെട്ട റഹ്മാനിയുടെ വെടുവായിത്വമല്ല, മണിമണിയായി എണ്ണി എണ്ണി പറഞ്ഞത് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ ആനാമി ബദറു തമാമി. السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلواتي നട്ടുച്ചേണ നന്നായി ചൊല്ലിക്കോളി. وهو خير الأنام بدر تمام
ആലമീൻ നോമ്പും മധുവും പാട്ടും പറച്ചിലും ഇൽമിന്റെ സദസ്സും സദസ്സയും പടച്ചവന് ഇതൊന്നുമല്ലാതെ ഈ സമാലിൽ നിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വെച്ചു തരാൻ കയ്യിലൊരമലുമില്ല, പറയാൻ ഇൽമുമില്ല. ജഹാലത്തിന്റെ പുഴയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് വസ്വാസിന്റെ ഗതികെട്ട പ്രേതം പോലെ കറങ്ങുന്ന പാവങ്ങളായ അടിയങ്ങള് സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈമാൻ തന്ന്, സ്വലാഹിയത്ത് തന്ന്, ഇഹ്സാന് തന്ന്, സ്വബർ തന്ന്, ഹിമ്മത്ത് തന്ന്, തോക്കത്ത് തന്ന്, തുമഅനീനത്ത് തന്ന്, മദദ് തന്ന്, നസ്ർ തന്ന്, ഹിഫ്ള് തന്ന്, സലാമത്ത് തന്ന്, ഇത്ഖ് തന്ന്, റഹ്മത്ത് തന്ന്, മഗ്ഫിറത്ത് തന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയോ കത്തിക്കാളുന്ന ബീഭത്സകമായ നരകജ്വാലയിൽ ഒരു മൈക്രോ സെക്കൻഡും നീ വിറകുകൊള്ളിയായി കിടത്തി കരിക്കല്ലോ റഹ്മാനായ റബ്ബേ. മഗ്ഫിറത്തിന്റെ 10 കഴിയുന്നതിന്റെ മുമ്പ് ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ് നബിയിൽ മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ട